വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ ഒരു പുതിയ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ റീടെസ്റ്റ് സ്ട്രാറ്റജി. പല മെത്തേഡ്സിലുള്ള റീടെസ്റ്റ് സ്ട്രാറ്റജികളുണ്ട്. അപ്പം അതിൽ ഇന്നൊരു റീടെസ്റ്റ് സ്ട്രാറ്റജി പഠിക്കുന്നു. വരുന്ന ക്ലാസ്സിൽ നമ്മൾ മറ്റ് സ്ട്രാറ്റജികളും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ആണെങ്കിലും SMC ആണെങ്കിലും ICT ആണെങ്കിലും ഇനി പ്രൈസ് ആക്ഷൻ്റെ മറ്റൊരു രീതിയായ ചാറ്റ് പാറ്റേൺ ആണെങ്കിലും എല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക, നല്ല കൺഫർമേഷൻസ് വെച്ച് ട്രേഡ്സുകൾ എടുക്കുക. ഒന്നിലധികം മെത്തേഡ്സ് അറിഞ്ഞിരുന്നാൽ അത് നിങ്ങളുടെ ട്രേഡ്സിൽ ഏറ്റവും ബെറ്ററായിട്ട് അത് വരും. നല്ല ട്രേഡ്സുകൾ എടുക്കാൻ പറ്റും, പ്രോഫിറ്റബിൾ ആകാൻ പറ്റും, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് പ്രൈസ് ആക്ഷൻ റീടെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ള കാര്യം നോക്കാം. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, ദെൻ വന്ന് റീടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ റീടെസ്റ്റിനെ പറ്റി നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ പ്രൈസ് ആക്ഷൻ റീടെസ്റ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രേഡ്സുകൾ എൻ്റർ ചെയ്യാൻ പറ്റും വിത്ത് കൺഫർമേഷൻ. ഓക്കെ, കൺഫർമേഷൻ ഉൾപ്പെടെ എല്ലാം പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് നല്ല ട്രേഡുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ട്രെൻഡ്. നെക്സ്റ്റ് വൺ, focus on clean price action and avoid trading messy structure. Next one, find exhaustion and continuation phase. And fourth one, find structure break. And fifth one, confirm with double bottom and reconfirmation with pattern like below. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന കാര്യം ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ട്രെൻഡ്. ഓരോ കാര്യങ്ങളും ഞാൻ പറയാം. ട്രെൻഡിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു, ട്രെൻഡ് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളത്. എന്നാലും നമ്മളിവിടെ ഓരോ കാര്യങ്ങളായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞു തരും. അപ്പം ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ട്രെൻഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ്. നമുക്കറിയാം അപ് ട്രെൻഡ്. ഓക്കെ, ഇത് അപ് ട്രെൻഡായിട്ടും അതുപോലെ അതായത് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ അപ് ട്രെൻഡ്, ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് മൂവ് ചെയ്യണം. പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്തേക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം മാർക്കറ്റ് സൈഡ് വൈസിലാണെങ്കിൽ ട്രേഡുകൾ അവിടെ എൻറ്റർ ചെയ്യല് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സോ അത് നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ബാധിക്കും. സൈഡ് വൈസിൽ ട്രേഡ് എടുക്കാൻ നിന്നാൽ അത് നമുക്ക് ഓപ്പോസിറ്റായിട്ട് ബാധിക്കും. അതുകൊണ്ട് സൈഡ് വൈസ് അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളുടെ ലോട്ട് ഓഫ് മണി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അപ് ട്രെൻഡും അതുപോലെ ഡൗൺ ട്രെൻഡും. പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഒരു ക്ലീൻ പ്രൈസ് ആക്ഷനായിട്ട് മൂവ് ചെയ്യണം. എന്താണ് ക്ലീൻ പ്രൈസ് ആക്ഷൻ? അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവോയ്ഡ് മെസ്സി സ്ട്രക്ചർ. ഓക്കെ, അതായത് ക്ലീൻ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവ്മെൻറ്റില്ലേ മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു ക്ലീൻ പ്രൈസ് ആക്ഷനാണ്. ഓക്കെ, അതായത് നമ്മളിവിടെ ട്രേഡ്സുകൾ എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിലേക്ക് ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു റീടെസ്റ്റ് സ്ട്രാറ്റജിയിൽ ട്രേഡ്സുകൾ എൻ്റർ ചെയ്യാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ക്ലീൻ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ എന്താണ്? അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെതാ ഈ ഒരു മൂവ്മെൻറ്റൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ അവോയ്ഡ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ക്ലീൻ പ്രൈസ് ആക്ഷനാണ്. ഓക്കെ, അപ്പം ഇതുപോലുള്ള സ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തുള്ള ഈ ഒരു ക്ലീൻ ട്രെൻഡ്, അതായത് ക്ലീൻ പ്രൈസ് ആക്ഷനിൽ
ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് സ്ട്രക്ചർ ബ്രേക്ക്. എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയി, ദെൻ മാർക്കറ്റ് ഈ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെയും ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി. നെക്സ്റ്റ് വൺ ഈ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെയും സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹയർ ഹൈ ഹയർ ലോ അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഒരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കണം. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, എന്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രെൻഡിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ക്ലീൻ പ്രൈസ് ആക്ഷൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്താണ് ഫൈൻഡ് എക്സോഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ ഫേസ്. അതായത് സിമ്പിൾ കാര്യമാണ്, പേര് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പം അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുക. അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പം മാർക്കറ്റ് അപ്സൈഡ് ട്രെൻഡാണല്ലോ, അപ്പ് ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പ് ട്രെൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിന് നമ്മൾ കണ്ടിന്യൂവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റ് തിരിച്ച് ഈ താഴോട്ടിറങ്ങുന്ന മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇതിനെ എക്സോഷൻ ഫേസ് എന്നും പറയും. ഓക്കെ, ഇത് കണ്ടിന്യൂവേഷൻ ഫേസും ഇത് എക്സോഷൻ ഫേസും. അതായത് ഇവിടെ എക്സോഷൻ സ്റ്റാർട്ടായി, ഇവിടെ എക്സോഷൻ സ്റ്റോപ്പായി. ഓക്കെ, അതുപോലെ തന്നെ ദെൻ ഇവിടുന്ന് കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി, ദെൻ ഇവിടെ കണ്ടിന്യൂവേഷൻ സ്റ്റോപ്പായിട്ട് എക്സോഷൻ സ്റ്റാർട്ടായി, എക്സോഷൻ ഫേസ് സ്റ്റാർട്ടായി, ദെൻ ഇവിടെ വന്ന് എക്സോഷൻ ഫേസ് സ്റ്റോപ്പായി, ദെൻ കണ്ടിന്യൂവേഷൻ വീണ്ടും സ്റ്റാർട്ടായി. അതുപോലെ തന്നെ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞു തരുവാണെങ്കിൽ, ഓക്കെ, ഇപ്പം ഡൗൺ സൈഡിലോട്ട് പോകുന്നൊരു മാർക്കറ്റാണെങ്കിലോ ഇവിടെ കണ്ടിന്യൂവേഷൻ, ഈ ഒരു ഫേസ് കണ്ടിന്യൂവേഷൻ, ദെൻ ഇവിടുന്ന് എക്സോഷൻ ഫേസ് സ്റ്റാർട്ടായി ഇവിടെ അവസാനിച്ചു, ദെൻ കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി, ഇവിടുന്ന് എക്സോഷൻ ഫേസ് സ്റ്റാർട്ടായി, ദെൻ വീണ്ടും കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി. അങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്താണ് കണ്ടിന്യൂവേഷൻ ഫേസും എന്താണ് എക്സോഷൻ ഫേസും എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കും. അതായത് ഇവിടെ എക്സോഷൻ സ്റ്റാർട്ടായി, ഇവിടെ എക്സോഷൻ സ്റ്റോപ്പായി, എക്സോഷൻ ഫേസ് സ്റ്റോപ്പായി, ഇവിടെ കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി, ഇവിടെ കണ്ടിന്യൂവേഷൻ സ്റ്റോപ്പായി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി, കണ്ടിന്യൂവേഷൻ സ്റ്റോപ്പായി, ഇവിടുന്ന് തന്നെ എക്സോഷൻ ഫേസ് സ്റ്റാർട്ടായി, ദെൻ ഇവിടെ എക്സോഷൻ ഫേസ് സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടിന്യൂവേഷനും കണ്ടിന്യൂവേഷൻ ഫേസും എക്സോഷൻ ഫേസും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ബോട്ടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, കൺഫേം വിത്ത് ഡബിൾ ബോട്ടം. ഓക്കെ, നെക്സ്റ്റ് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ റീകൺഫർമേഷൻ വിത്ത് പാറ്റേൺ ലൈക്ക് ബിലോ, അതായത് ഈ ഒരു പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു തരുവാണെങ്കിൽ നമ്മളിവിടെ ട്രേഡ്സുകൾ എൻ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ എക്സോഷൻ ഫേസ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലെവലിൽ, ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എക്സോഷൻ ഫേസ് സ്റ്റാർട്ടായി എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇവിടെ സ്റ്റാർട്ടായി, ദെൻ ഇവിടെ എക്സോഷൻ ഫേസ് സ്റ്റോപ്പായി. ഓക്കെ, ദെൻ നമുക്ക് ട്രേഡുകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി. ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഒരു കീ ലെവൽ റേഞ്ചിൽ നമുക്ക് ഇവിടെ നിന്നൊരു കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി കിട്ടണം. ഓക്കെ, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി കിട്ടണം. അങ്ങനെയുള്ള ലെവലിലാണ്, അതായത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടുന്ന് എക്സോഷൻ സ്റ്റാർട്ടായി ഇവിടെ വന്ന് എക്സോഷൻ സ്റ്റോപ്പ് ആവണം, ദെൻ കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ട് ആവണം. ഓക്കെ, ആ ഒരു ട്രെൻഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഡൗൺ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ, ഓക്കെ, ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമുക്കിവിടെ എന്താണ് വേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സോഷൻ ഇവിടുന്ന് സ്റ്റാർട്ടായില്ലേ, ഈ സ്റ്റാർട്ടായ റേഞ്ചിൽ, ഈ ഒരു കീ ലെവൽ റേഞ്ചിൽ നമുക്കിവിടുന്ന് ഒരു എന്താണ് വേണ്ടത്? നമുക്ക് ഇവിടുന്ന് ഒരു കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി കിട്ടണം, നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിനി വേണ്ടുള്ള കാര്യം എന്താണ്? ആ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അതായത് എല്ലായിടത്തും ഒന്നും കിട്ടണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് എൻ്റർ ചെയ്യാം.
ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ അതിനു വേണ്ടി ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു കീ ലെവലിൽ നമുക്ക് ട്രേഡുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അപ് ട്രെൻഡിൽ വരുന്ന മാർക്കറ്റ്. ഓക്കെ, നമുക്ക് അതായത് അപ് ട്രെൻഡിലോട്ട് ട്രേഡുകൾ കിട്ടണം. അങ്ങനെ വരുന്ന മാർക്കറ്റ്, ഇങ്ങനെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരുന്നൊരു മാർക്കറ്റ്, ദെൻ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു എക്സോഷൻ ഫേസ് സ്റ്റാർട്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ എക്സോഷൻ ഫേസ് അവിടെ നിന്ന് സ്റ്റാർട്ടായി മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഈ ഒരു റേഞ്ച് നമ്മളെ കീ ലെവൽ ആണ് എന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, ഈ ഒരു ലെവൽ നമ്മളൊരു കീ ലെവലാണ്. ഓക്കെ, ആ ഒരു കീ ലെവലിൽ എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ വരും. ഓക്കെ, അപ്പം അധികം ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ബിഗിനർ ട്രേഡേഴ്സാണ്, അല്ലെങ്കിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു റിജക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ കിട്ടി എന്നൊക്കെ വിചാരിച്ച് താഴോട്ട് ട്രേഡ് എടുത്ത് കളയും. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നമുക്ക് പറ്റും, ഒരു ബിഗിനർ എന്ന നിലയിൽ പറ്റുന്ന കാര്യമാണ്. ദെൻ അത് നമ്മൾ മിസ്റ്റേക്കുകൾ നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ, ദെൻ മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഒരു ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വന്നൊരു ക്യാൻഡിലിൻ്റെ ആ ഒരു സ്ട്രോങ് മൊമെൻറ്റം ഒന്ന് കുറയുന്നു. ഓക്കെ, അതാ പറഞ്ഞത്, ക്യാൻഡിലിനെ നമ്മൾ വായിച്ച് പഠിക്കുക. ഓക്കെ, ഒരു ക്യാൻഡിലിൻ്റെ അതായത് നമ്മൾ കീ ലെവലിലെത്തുമ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ സ്വഭാവം നമ്മൾ അറിയുക. ഓക്കെ, ദെൻ മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തരുന്നു. ദെൻ എന്താണ്? ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ തരുന്നു. ഓക്കെ, ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കേണ്ടത് ആദ്യം മാർക്കറ്റ് ആ ഒരു കീ ലെവലിൽ വന്ന് ടാപ്പ് ചെയ്യുന്നു. ദെൻ ഞാൻ പറഞ്ഞു ഒരു ഡബിൾ ബോട്ടം കിട്ടണമെന്നുള്ളത്. ആ സെക്കൻഡ് ആ ഒരു ഡബിൾ ബോട്ടത്തിലായിരിക്കും നമുക്കിത് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് പ്രോഫിറ്റിലോട്ട് എത്തിക്കാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ അപ് ട്രെൻഡിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിന് തന്നെ ഇതുപോലത്തെ തന്നെ ഇവിടെയും കറക്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ക്യാൻഡിൽസ് ചിലപ്പോൾ ചില ടൈമിൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ കാണും ക്യാൻഡിൽ. ഓക്കെ, എന്നാലും ഈ രീതിയിൽ ഈ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ദെൻ അപ് ട്രെൻഡ് കാര്യം പറയുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഓക്കെ, കീ ലെവൽ ഇവിടെ വരുന്ന മൾട്ടിപ്പിൾ വിക്ക് റിജക്ഷനാണ്. ഓക്കെ, മൾട്ടിപ്പിൾ വിക്ക് റിജക്ഷൻ, ഒരു ബുള്ളിഷ് എവിഡൻസ്. ഓക്കെ, ഒരു കീ ലെവൽ നമുക്ക് ആ ഒരു കീ ലെവലിൽ ഒരു മൾട്ടിപ്പിൾ വിക്ക് റിജക്ഷൻ കിട്ടും. ദെൻ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ പിന്നീട് ഓക്കെ, ഞാൻ അത് ചാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദെൻ ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ പോലെ തന്നെ ഓപ്പോസിറ്റ് ഇവിടെ. ഓക്കെ, ഡൗൺ ട്രെൻഡ് കാര്യം പറയുമ്പോൾ മാർക്കറ്റ് താഴോട്ടിറങ്ങി വരുമായിരിക്കുമല്ലോ. താഴോട്ടിറങ്ങി വന്നിട്ട് ആ ഒരു എക്സോഷൻ മാർക്കറ്റ് സ്റ്റാർട്ടാവുന്നു. ദെൻ എക്സോഷൻ സ്റ്റോപ്പായി നമുക്ക് കണ്ടിന്യൂവേഷൻ കിട്ടണം. ഓക്കെ, ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടണം എങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റ് മുകളിലോട്ട് വരുന്നു. മുകളിലോട്ട് വന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിപ്ലീഷൻ. ഓക്കെ, ദെൻ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, ദെൻ ഒരു ബിയറിഷ് കണ്ടിന്യൂവേഷൻ. ഓക്കെ, ഒരു ബിയറിഷ് കണ്ടിന്യൂവേഷൻ കിട്ടുന്നു, നമുക്ക് താഴോട്ട് ട്രേഡ് സെൻറ്റർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും പറയുവാണെങ്കിൽ ഇവിടെ ഒരു മൾട്ടിപ്പിൾ വിക്ക് റിജക്ഷന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ടാണ്. ഓക്കെ, ഈ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് താഴോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ് ഈ ലെവൽ ഒരു കീ ലെവലാണ്. ഓക്കെ, ഈ ഒരു കീ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. ദെൻ പിന്നീട് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അവിടെ ഉണ്ട്. ഓക്കെ, ദെൻ പിന്നീട് ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ട്രേഡ്സിൽ എൻ്റർ ചെയ്യാം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ട്രെൻഡിനൊപ്പം മൂവ് ചെയ്യാം. ഓക്കെ, വിത്ത് കൺഫർമേഷൻ. ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്? ഇവിടെ ഒരു ഡബിൾ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തു, ദെൻ ഒന്ന് താഴോട്ടിറങ്ങി, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി, ദെൻ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ആ ഒരു ഡബിൾ ബോട്ടത്തിൽ നമുക്ക് ട്രേഡുകൾ എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബുള്ളിഷിൻ്റെ കാര്യത്തിലും നമ്മൾ ഈ ഒരു ലെവൽ കീ ലെവലായിട്ട് എടുക്കുന്നു. ദെൻ ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു ഫിഗറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വന്ന മാർക്കറ്റ് അതായത് അപ്സൈഡിലോട്ട് വന്ന മാർക്കറ്റ് ഈ ഒരു കീ ലെവൽ. ഓക്കെ, ഈ ഒരു കീ ലെവലിൽ ദെൻ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടിറങ്ങി. അതായത് ഇവിടെ ഒരു എക്സോഷൻ സ്റ്റാർട്ടായി, ദെൻ ഇവിടെ എക്സോഷൻ സ്റ്റോപ്പായി, ദെൻ ഒരു കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായിട്ട് ഇവിടുന്ന് എക്സോഷൻ തുടങ്ങി. ഓക്കെ, തുടങ്ങി ആ ഒരു കീ ലെവലിൽ മാർക്കറ്റ് ഫസ്റ്റ് വന്ന് ടാപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പൊന്തി ഒരു
പൊന്തിയിട്ട് ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിക്ക് റിജക്ഷനും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ ഒരു ഡിപ്ലീഷനും ഉണ്ട്, ഓക്കെ, ഒരു റിജക്ഷൻ ക്യാൻഡിലുണ്ട്, ദെൻ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു കൺഫർമേഷനിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ട്രേഡ് എടുക്കാം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പിക്ചർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഡൗൺ സൈഡിലോട്ട് ഇറങ്ങിയ മാർക്കറ്റ് ഇവിടുന്ന് എക്സോഷൻ സ്റ്റാർട്ടായി മാർക്കറ്റ് മുകളിലോട്ട് പോയി, എക്സോഷൻ സ്റ്റോപ്പായി, ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങി. ഓക്കെ, കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ടായി, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയാൽ പിന്നെന്താണ്, ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് ഇറങ്ങി വന്ന മാർക്കറ്റ് ഇവിടുന്ന് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ദെൻ അവിടുന്ന് റിജക്റ്റായി മാർക്കറ്റ് താഴോട്ട് വന്നു. നിങ്ങൾ ഒരു കാരണവശാലും ഫസ്റ്റ് റിജക്ഷനിൽ എൻട്രി എടുക്കരുത്. ഓക്കെ, ഒരു കാരണവശാലും ഫസ്റ്റ് റിജക്ഷനിൽ എൻട്രി എടുക്കരുത്. ദെൻ മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് താഴോട്ട് വന്നു. ദെൻ നമ്മൾ പറഞ്ഞ ഇതുപോലത്തെ ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടണം. അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് അടിച്ച് ഈ ഒരു കീ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കയറി പോകാം. അതുകൊണ്ടാണ് പറയുന്നത് ദെൻ പിന്നീട് നമുക്ക് പ്രോഫിറ്റാണ് വേണ്ടത്, പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് അത് ലോസ് പോകാനല്ല, നമുക്ക് കൺഫർമേഷൻ വേണം. ഓക്കെ, ഒരു ട്രേഡിൽ എത്രത്തോളം കൺഫർമേഷൻസ് കിട്ടാമോ അത്രത്തോളം കൺഫർമേഷൻസ് കിട്ടിയ ട്രേഡ്സുകൾ അത്രയും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡബിൾ ബോട്ടം എന്ന് ഞാൻ പറയുന്നില്ല, ഡബിൾ ബോട്ടത്തിനും അപ്പുറം. ഓക്കെ, ഡബിൾ ബോട്ടത്തിന് അപ്പുറം ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ കാണാം. ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയ ശേഷം റിജക്ഷൻ കിട്ടിയതിന് ശേഷം ഓക്കെ, ഇവിടെ ഡിപ്ലീഷൻ ഉണ്ട്, റിജക്ഷൻ ഉണ്ട്. ദെൻ മാർക്കറ്റ് ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ മാർക്കറ്റ് താഴോട്ട് തരുന്നു. ദെൻ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഇത്രയും കാര്യങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ഫൈൻഡ് ദ ട്രെൻഡ്, ഫോക്കസ് ഓൺ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആൻഡ് അവോയ്ഡ് ട്രേഡിംഗ് മെസ്സി സ്ട്രക്ചർ, ഫൈൻഡ് എക്സോഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ, ഫൈൻഡ് സ്ട്രക്ചർ ബ്രേക്ക്, കൺഫേം വിത്ത് ഡബിൾ ബോട്ടം, റീകൺഫർമേഷൻ വിത്ത് പാറ്റേൺ ലൈക്ക് ബിലോ. ഈ ഒരു പാറ്റേൺസ് നിങ്ങൾ ഫോട്ടോസ് എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ചാർട്ടിൽ നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ചാർട്ടിലിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം എന്താ ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്ത മാർക്കറ്റാണ്. ഓക്കെ, ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്ത് വന്ന മാർക്കറ്റ് ദെൻ നമുക്ക് വേണ്ടത് ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് ഈ ഒരു കീ ലെവലിൽ നമുക്ക് ട്രേഡ് വേണം. ഓക്കെ, നമ്മളപ്പോൾ വാച്ച് ചെയ്തിരിക്കുക, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാർക്കറ്റ് നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു എവിഡൻസ് ആണ്. ഓക്കെ, ഇത് എന്ന് വെച്ചാൽ ഇതൊരു ബിയറിഷ് മൂവ്മെൻറ്റിലുള്ള എവിഡൻസ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു വിക്ക്, അതുമല്ല ഈ ഒരു വിക്ക് ഇവിടുത്തെ ലിക്വിഡിറ്റി, ഈ ഒരു സ്വിങ്ങിന് മുകളിൽ ലിക്വിഡിറ്റി എടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാണെങ്കിൽ ഈ ഒരു ലെവൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് വന്ന മാർക്കറ്റ് ദെൻ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ദെൻ മാർക്കറ്റ് ഇവിടെ വന്ന് ഈ ഒരു കീ ലെവലിൽ ടാപ്പ് ചെയ്തിട്ടോ ദെൻ മാർക്കറ്റ് മുകളിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങി. ഓക്കെ, ഇവിടെ എന്താണ് എക്സോഷൻ സ്റ്റാർട്ടായി. ദെൻ ഇവിടെ എക്സോഷൻ സ്റ്റോപ്പായി. ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്തില്ല. ദെൻ താഴോട്ട് വന്ന് കറക്റ്റ് എക്സോഷൻ ഇവിടെയാണ് സ്റ്റോപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അറിയണം. അതിന് നമ്മൾ ഡബിൾ ബോട്ടത്തിൽ കൺഫർമേഷൻസ് എടുക്കുക. ദെൻ റിജക്ഷൻ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന എക്സാമ്പിളിനായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഈ ഒരു എക്സാമ്പിൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ, ദെൻ ഡിപ്ലീഷൻ, ദെൻ റിജക്ഷൻ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ, മാർക്കറ്റിൻ്റെ ആ ഒരു പോക്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന ഈ ഒരു ട്രേഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റീടെസ്റ്റ് സ്ട്രാറ്റജിയുടെ ആ ഒരു രീതി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ബാക്ക് ടെസ്റ്റ് അടിച്ച് നോക്കുക, കിട്ടാവുന്നതിൻ്റെ അത്രയും എക്സാമ്പിൾ കളക്ട് ചെയ്യുക, പഠിക്കുക.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ, ഈ ഒരു റീടെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, പ്രൈസ് ആക്ഷൻ്റെ ലേണിംഗ് സീരീസിൽ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഇത്രയും ഫോക്കസ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ഓക്കെ, കറക്റ്റായിട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി എടുക്കുക. ഈ ഒരു പാറ്റേൺ നോക്കുക. ഓക്കെ, ഡബിൾ ബോട്ടം നോക്കുക. ഈ രണ്ട് ഗ്രാഫും നോക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഫൈൻഡ് ദ ട്രെൻഡ്, ഫോക്കസ് ഓൺ ക്ലീൻ പ്രൈസ് ആക്ഷൻ, അവോയ്ഡ് ട്രേഡിംഗ് മെസ്സി സ്ട്രക്ചർ, ഫൈൻഡ് എക്സോഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ ഫേസ്, ഫൈൻഡ് സ്ട്രക്ചർ ബ്രേക്ക്, കൺഫേം വിത്ത് ഡബിൾ ബോട്ടം ആൻഡ് റീകൺഫർമേഷൻ വിത്ത് പാറ്റേൺ ലൈക്ക് ബിലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, നല്ല ട്രേഡുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.